ക്രിമിനൽ കേസ് നിലവിലുള്ളത് കൊണ്ട് വിദേശത്ത് പോകുന്നതിനോ അല്ലെങ്കിൽ പാസ്പോർട്ട് ലഭിക്കുന്നതിനോ ഒക്കെ നിയമ തടസ്സമുണ്ടോ എന്നുള്ളത് ചിലർക്കെങ്കിലും ഒരു സംശയമായിരിക്കും അല്ലെ. നിലവിൽ ഇന്ത്യയിൽ ക്രിമിനൽ കേസ് ഉണ്ടെങ്കിലും വിദേശത്ത് പോകുന്നതിനോ പാസ്പോർട്ട് ലഭിക്കുന്നതിനോ ഒന്നും നിയമ തടസ്സമില്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇനി നിങ്ങൾ പാസ്പോർട്ടിന് വേണ്ടിയിട്ട് അപേക്ഷ കൊടുക്കുമ്പോഴത്തേന് നിങ്ങൾക്കൊരു പോലീസ് വെരിഫിക്കേഷൻ ഉണ്ടാവും. ഈ സമയത്ത് നിങ്ങൾക്ക് ഏത് കോടതിയിലാണോ കേസ് ഉള്ളത് എന്നൊക്കെയുള്ള കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് നിങ്ങളുടെ ഈ പാസ്പോർട്ടിനുള്ള അപേക്ഷ പാസ്പോർട്ട് അതോറിറ്റി അത് തള്ളുന്നു. തള്ളിക്കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്യുക, ആ പാസ്പോർട്ട് അതോറിറ്റിയിൽ പോയിട്ട് എന്ത് കാരണത്താലാണ് എൻ്റെ പാസ്പോർട്ടിൻ്റെ അപേക്ഷ തള്ളിയത് എന്ന് ചോദിക്കുമ്പോൾ അതൊരു റിട്ടേൺ ഡോക്യുമെൻ്റ് ആയിട്ട് അവരോട് തരാൻ ആവശ്യപ്പെടുക. അപ്പോൾ അവരത് ഒരു റിട്ടേൺ ഡോക്യുമെൻ്റ് ആയിട്ട് തരുന്നു. ഈ റിട്ടേൺ ഡോക്യുമെന്റ് ആയിട്ട് നിങ്ങൾ ഏത് കോടതിയിലാണോ നിങ്ങൾക്കെതിരെ കേസ് ഉള്ളത് ആ കോടതിയിലെ ഈ റിട്ടേൺ ഡോക്യുമെന്റ് സമർപ്പിച്ചതിന് ശേഷം പാസ്പോർട്ടിനുള്ള അപേക്ഷ കൊടുക്കുകയാണെങ്കിൽ ആ കോടതി നിങ്ങൾക്ക് പാസ്പോർട്ട് അനുവദിക്കാനുള്ള ഓർഡർ പുറപ്പെടുവിക്കുന്നതിനായിരിക്കും. അതിനുശേഷം ആ ഓർഡർ വാങ്ങിയിട്ട് നിങ്ങൾ പാസ്പോർട്ട് അതോറിറ്റി പോവുകയാണെങ്കിൽ പാസ്പോർട്ട് അതോറിറ്റി നിങ്ങൾക്ക് പാസ്പോർട്ട് ഗ്രാന്റ് ചെയ്യും. പിന്നെ ഇങ്ങനെ കേസ് ഉള്ളപ്പോൾ നിങ്ങൾക്ക് വിദേശത്ത് ജോലിക്ക് പോകാൻ കഴിയുമോ എന്ന് ചോദിച്ചാൽ നിങ്ങൾ ആ കോടതിയിൽ തന്നെ നിങ്ങൾക്ക് എക്സംഷൻ പെറ്റീഷൻ ഫയൽ ചെയ്യാം. അപ്പം കണ്ടീഷണലായിട്ട് നിങ്ങൾക്ക് വിദേശത്ത് പോകാനുള്ള ഓർഡർ കോടതി പാസ്സാക്കും. അതായത് ജഡ്ജ്മെന്റ് നിങ്ങൾക്ക് പകരം നിങ്ങളുടെ അഡ്വക്കേറ്റ് കോടതിയിൽ ഹാജരാകും ആവശ്യമുള്ളപ്പോൾ അല്ലെങ്കിൽ നിങ്ങളുടെ കേസ് നടക്കുമ്പോൾ എന്നുള്ള ഒരു കണ്ടീഷൻ വെച്ചിട്ടാണ്. പിന്നെ എന്നാണോ കോടതിയുടെ വിധി വരുന്നത് ആ സമയത്ത് നിങ്ങൾ ഉണ്ടായിരിക്കും കോടതിയിൽ ഹാജരാവും എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു കണ്ടീഷണലായിട്ട് നിങ്ങൾക്ക് കോടതി ഗ്രാന്റ് ചെയ്യുന്നതായിരിക്കും. അപ്പം വിദേശത്ത് പോകുന്നതിനോ പാസ്പോർട്ട് ലഭിക്കുന്നതിനോ ഒന്നും ഇന്ത്യയിൽ യാതൊരു വിധമായിട്ടുള്ള നിയമ തടസ്സങ്ങളും ഇല്ല എന്നുള്ളത് എല്ലാവരും മനസ്സിലാക്കിയിരിക്കുക. ഈ വീഡിയോ എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക.